വിപ്ലവകരമായ തീരുമാനങ്ങൾ കൊണ്ട് ലോകത്തെ നയിച്ചിട്ടുള്ള ശക്തിയാണ് മാർക്സിസം. നമ്മുടെ കൊച്ചു കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവ പാർട്ടി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം CPIM എടുത്ത ഒരു വിപ്ലവകരമായ തീരുമാനമായിരുന്നു ഒരു 21 വയസ്സുകാരിയെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായി പ്രഖ്യാപിച്ചത്. ആര്യയുടെ പ്രായത്തെയും കഴിവിനെയും ചൊല്ലി ചില മുറുമുറുപ്പുകൾ ഉയർന്നു കേട്ടെങ്കിലും കേരള മോഡൽ എന്ന് ഇന്ത്യ മുഴുവൻ ആ തീരുമാനത്തെ ഏറ്റെടുത്തതോടെ പാർട്ടി കൊടിയുടെ വ്യത്യാസമില്ലാതെ എല്ലാ മലയാളികളും ആ തീരുമാനത്തെ കൈയടിച്ച് സ്വീകരിച്ചു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇന്ന് വരെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPIM പ്രവർത്തകർക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കോർപ്പറേഷന്റെ കരിയറിൽ തന്നെ ഇത്രയും ചീത്തപ്പേര് കേൾപ്പിച്ച ഒരു മേയർ ഉണ്ടാവില്ല എന്നാണ് പൊതു അഭിപ്രായം. ഇപ്പോഴാ പൊതു അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം കൂടിയായിരിക്കുകയാണ്. ഇത്രയും കാലം കുറ്റം പറയാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഇനി അതിന് കഴിയില്ല എന്നാണ് CPIM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ നിന്ന് മനസ്സിലായത്. യുവത്വത്തിന് അവസരം എന്ന പേരിൽ ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറാക്കിയത് ആന മണ്ടത്തരമായെന്നും കോർപ്പറേഷൻ ഡിവിഷനുകളിൽ ഇപ്പോൾ പലയിടത്തും BJP മുന്നേറ്റമാണെന്നും ആര്യയുടെ പക്വതയില്ലാത്ത പെരുമാറ്റം ഇപ്പോൾ മാത്രമല്ല ഭാവിയിലും പാർട്ടിക്ക് ദോഷവുമായേക്കുമെന്നാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ പറഞ്ഞത്. മേയർ ഊട്ടിയുടെ ഭരണമികവിൽ കോർപ്പറേഷനിൽ നടന്ന ചില അഴിമതിയുടെ കണക്കുകൾ ഇങ്ങനെയാണ്. ആറ്റുകാൽ പൊങ്കാല ശുചീകരണ അഴിമതി. കോവിഡ് കാലത്ത് നടന്ന ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടതായിരുന്നു വിവാദം. പൊങ്കാലയ്ക്കു ശേഷമുള്ള ശുചീകരണത്തിനായി 21 ടിപ്പർ ലോറികൾ വാടകയ്ക്ക് എടുത്തതിൽ അഴിമതി ഉണ്ടെന്നായിരുന്നു ആരോപണം. നികുതി തട്ടിപ്പ്. കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾ നികുതിയായി അടച്ച തുക രേഖപ്പെടുത്താതെയും രേഖപ്പെടുത്തിയ തുക അക്കൗണ്ടിൽ വരവ് വയ്ക്കാതെയും തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. LED കരാർ തട്ടിപ്പ്. നഗരത്തിൽ LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് 2.5 കോടിയുടെ കരാർ കോർപ്പറേഷന് നൽകിയത് സർക്കാർ ഉത്തരവുകൾ കാറ്റിൽ പറത്തിയെന്നായിരുന്നു ആരോപണം. കെട്ടിട നമ്പർ അഴിമതി. കോർപ്പറേഷൻ പരിധിയിൽ കേശവദാസപുരം വാർഡിലെ 2 വാണിജ്യ കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയതിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. കോർപ്പറേഷന്റെ ആഭ്യന്തര അന്വേഷണത്തിലായിരുന്നു തട്ടിപ്പ് വ്യക്തമായത്. പട്ടികജാതി ഫണ്ട് തട്ടിപ്പ്. വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് പട്ടികജാതി വനിതകൾക്കുള്ള ഫണ്ട് തട്ടിയെടുത്തതായിരുന്നു കേസ്. ജാതി തിരിച്ച് കായിക ടീം. നഗരസഭയ്ക്ക് ജനറൽ വിഭാഗത്തിനും SC/ST വിഭാഗത്തിനും ജാതി തിരിച്ച് കായിക ടീം ഉണ്ടാക്കിയതായിരുന്നു ആരോപണം. മേയറുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. ഒടുവിൽ അവസാനം മേയറും ഭർത്താവും അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം KSRTC ബസ് തടഞ്ഞ് ഡ്രൈവറുമായി വാക്കുതർക്കമുണ്ടായതിൽ എത്തി നിൽക്കുകയാണ് കാര്യം. അങ്ങനെ പ്രതിപക്ഷത്തിന് പ്രതിഷേധം നടത്താൻ പോലും നാണം തോന്നുന്ന വിധത്തിൽ ആഴ്ചയിൽ ഒരു വിവാദം എന്നതാണ് ഇപ്പോൾ മേയർ ഊട്ടിയുടെ കണക്ക്. ഏതായാലും പാർട്ടി തന്നെ പിഴവ് സമ്മതിച്ച സ്ഥിതിക്ക് ഇനിയെങ്കിലും ഈ തീരുമാനത്തിൽ തിരുത്തലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.